ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ ഡേ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു ഡേ ആണ് കേട്ടോ. നമ്മുടെ ബ്രദർ ഇന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സും പിന്നെ അവൻ കൊണ്ടുവന്നിട്ടുള്ള നാട്ടിൽ നിന്ന് മിച്ച് കൊടുത്തയച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സമയം ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് സാധാരണ ഞാൻ നീക്കാറുള്ളത്. അപ്പോൾ ഇതാ എമ്മി ഭയങ്കര ഉറക്കാണ്, നീറ്റിട്ടില്ല. ലാലു കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. എമ്മിക്കുട്ടി നീക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പണിയെന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടുക. പിന്നെ തലേദിവസം നമ്മൾ ഉണക്കാനിട്ടിരുന്ന ഡ്രസ്സുകളൊക്കെ മടക്കി എല്ലാവരും ഡ്രസ്സും അവനവൻ്റെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. അങ്ങനത്തെ പണികളൊക്കെയാണ് എനിക്ക് രാവിലെ നീറ്റിട്ട് ചെയ്യാനുണ്ടാവില്ലേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അമ്മച്ചി റെഡിയാക്കിയിട്ടുണ്ടാവും. കാരണം ഇപ്പാക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് പുട്ട്, ചെറുപയർ കറി, പിന്നെ തലേദിവസത്തെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ റൊട്ടി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ലാലുവിൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ആൾ വന്നതിന് ശേഷം ഞാനും ഉമ്മയും ലാലും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. അപ്പോൾ ഒരു 8:30-9 ആകുമ്പോഴത്തേനും ലാലു ഡ്യൂട്ടിക്ക് പോകും. ആ ഒരു സമയമാകുമ്പോഴത്തേനാണ് ഞാനും ഉമ്മയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ലാലു ഇതാ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എമ്മിക്കുട്ടി നീറ്റിട്ടില്ല, അതുകൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടോ. എമ്മിക്കുട്ടി നീറ്റാൽ ഓനിട്ട് ഇങ്ങനെ 1-2 പറഞ്ഞിരുന്ന്, അല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞ് ചില ദിവസങ്ങളിൽ അങ്ങനെ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ലാലു പോയി. ഇനിയുള്ളത് നമുക്ക് പാത്രം കഴുകാനാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച പാത്രം കഴുകാനാണ്. നമുക്ക് എല്ലാ വീട്ടിലും ഉണ്ടാകുന്നൊരു സംഭവം തന്നെയാണ്. മുറിയാലും കഴിയൂല, ഒരുപാടുണ്ടാവും. ഈ ഒരു പാത്രം എവിടെ നിന്നാണ് വരുന്നതെന്ന് കാണാൻ പറ്റില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ കുറച്ച് നാട്ടിലത്തെ പോലെ ഇങ്ങനെ കരിയൊന്നുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങൾ, ഞങ്ങൾ കുറച്ച് ആളല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേഗം ഒന്ന് എടുത്ത് വെക്കണം. എനിക്കൊരു നീക്കുമ്പോഴത്തേന് പണിയൊക്കെ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ നീറ്റ് വരുന്ന സമയമാകുമ്പോഴത്തേനും ഓനിങ്ങനെ ഓൻ്റെ മൂഡ് ചിലപ്പോൾ ശരിയാവില്ല, ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ മാക്സിമം എന്താ പറയുക, ഓൻ നീറ്റ് വരുന്ന മുന്നേ തന്നെ എൻ്റെ പണികളൊക്കെ ഞാൻ വേഗം കഴിക്കൂട്ടാ. കുക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല, ഫുഡൊക്കെ ഇമ്മ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇമ്മ ഇല്ലാത്ത സമയത്ത് എല്ലാ കുക്കിങ്ങും ഞാനാണ് ചെയ്യുക. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഉമ്മാനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലോറൊക്കെ ഒന്ന് അടിച്ചു വരികയാണ്. ഞേമിക്കുട്ടി നീറ്റിട്ടുണ്ടെങ്കിൽ ഓനും എൻ്റെ ഒപ്പം കൂടുതലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനത്തെ പണികളൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചു വാരി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പകുതി ആശ്വാസമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ മാക്സിമം ഇങ്ങനെ എല്ലാ സമയത്തും നമ്മളിങ്ങനെ ഒതുക്കി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. മറ്റേത് അവരിങ്ങനെ നീച്ചിട്ട് ഓരോ ഭാഗത്ത് ഓരോന്നിങ്ങനെ വലിച്ചിടുമ്പോൾ നമുക്കിങ്ങനെ കൂടുതൽ പണി കൂടി വരികയാണല്ലോ. അപ്പോൾ എൻ്റെ ഉള്ള സമയം ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കിക്കുക. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടുണ്ട്. നമ്മൾ എത്ര റെഡിയാക്കിയാലും ലാലൊക്കെ വന്നാൽ ആളുടെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലിടും. പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ ആകെ വലിച്ചു വാരിയിട്ടിട്ട് എപ്പോഴും ഈ ഒരു ഏരിയ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലാലുവിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഫുഡാണ് ഉണ്ടാക്കാനുള്ളത്. ഉച്ചക്കൊക്കെ ഉള്ള ലഞ്ചാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചി നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ സവോളയും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടി ഇട്ടിട്ട് നെയ്യിലിട്ട് വഴറ്റുകയാണ്. പിന്നെ അതിലേക്കുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം കേക്ക് എടുത്തിട്ടുള്ള അരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എളുപ്പത്തിനായിട്ട് തന്നെ കുക്കറിലാണ് ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് നാട്ടിൽ നിന്ന് ഷാരുട്ടി വരുന്നതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ എന്താ പറയുക, ഫുഡിനൊന്നും ആവശ്യമില്ല. കാരണം ബീഫൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പൊറോട്ട ഒക്കെ വാങ്ങി അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്കൊക്കെ ആയിട്ടുള്ള ചോറ് മാത്രമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചോറൊക്കെയുള്ള. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന സമയത്ത് നമ്മളിതാ സ്ലൈസ് ചെയ്തിട്ട് സവോളയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് സവാളൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ആൾ നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീറ്റ് വന്നേക്ക് ഞാൻ വെറുതെ അവൻ്റെ ഫോട്ടോ എടുത്ത് പിന്നെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുകയാണ് ഇരുന്നിട്ട്. അപ്പോൾ ഇന്ന് നല്ല മൂഡിലാണ് നീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. മറ്റേത് ഇങ്ങനെ ഇപ്പച്ചി എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ലാല് പോണ ദിവസങ്ങളിൽ കാണാത്ത സമയത്ത് ആൾ നീറ്റ് വരിക. ഇന്ന് കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഭയങ്കര നല്ല മൂഡിലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കൊപ്രായൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വഴറ്റാൻ ഇട്ടിട്ടുള്ള സവോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി കൂടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും ഒക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുഞ്ഞു പീസാളാക്കിയിട്ടുള്ള ചിക്കനും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയാണോ നമുക്ക് കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനിയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാനാണ്. അത് വലിയ ടാസ്ക്കാണ്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കില്ല. ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. എമ്മി ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. രാവിലെ നീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി ഒരു ഫുഡും കഴിക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവനക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് തിന്നും. എന്നാലും രാവിലെ ഒന്നും അവൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാറില്ല. അപ്പോൾ ഞാനിതാ അവിടെ ഒരു 7 days കൊടുത്ത് നോക്കുകയാണ്, ജസ്റ്റ് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ചില ദിവസങ്ങളിൽ നീറ്റ് വന്നാൽ ഞാൻ എനിക്ക് ചെറിയരിൻ്റെ കഞ്ഞിയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതൊരു മൂടിന് അങ്ങോട്ട് കുടിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ അതും അതിനെ ഒഴിവാക്കാറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനെന്താ എങ്ങനെയെങ്കിലും ഒന്നൊരു കേക്കെങ്കിലും തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ആൾ കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കുക. അല്ലാതെ ഇപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും ഇത് കഴിക്കാൻ പോകുന്നില്ല. അങ്ങനെ ജസ്റ്റ് കുഞ്ഞൊരു പീസൊക്കെ കടിച്ച് ലാസ്റ്റ് ആ ശ്രമം അവിടെ വെച്ച് നിർത്തിയിട്ടാ. പിന്നെ എനിക്ക് ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തത് ഇങ്ങനെ വിരിക്കാനുണ്ട്. അപ്പോൾ റൂമിലാണ് നമ്മളിതൊക്കെ വിരിച്ചിടുന്നത് കേട്ടോ, അതുപോലത്തെ ഒരു സ്റ്റാൻഡിന്മേൽ. അപ്പോൾ ബാൽക്കണി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഈ ഒരു ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഈ സമയമാകുമ്പോഴത്തേനെ ഉണങ്ങി കിട്ടൂല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് വേഗം നിന്നിട്ടുണ്ട്. കാരണം ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നിൻ്റെ പണികളൊക്കെ കഴിയാനായിട്ട്. കാരണം എമ്മിക്കുട്ടിൻ്റെ കൂടെ ഒരുപാട് സമയത്ത് ഓനൊന്ന് ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ സമയം എമ്മിക്കുട്ടിൻ്റെ കൂടെ തന്നെ ഇരുന്ന് അങ്ങനെ സമയം കുറേ പോയി. അപ്പുറത്തെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യലും അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ എമ്മിക്കുട്ടിക്ക് ഒരു കാർട്ടൂണൊക്കെ വെച്ചെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇതൊക്കെ ഒന്ന് ഫ്ലോറൊക്കെ തുടച്ച് വൃത്തിയാക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ അങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് വികലും നീക്കലും കരച്ചിലൊക്കെ ആയിട്ട് വീണ്ടും നമ്മളുടെ ടൈം കുറേ പോകും. അപ്പോൾ അവനോട് തിരുത്തിയിട്ടാവും നമുക്ക് സമാധാനത്തിൽ പണികളൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് എമ്മിക്കുട്ടിക്ക് ഞാൻ കഞ്ഞി കൊടുക്കാനായിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡായിട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ ആൾ ഭയങ്കര കലിപ്പിലാണ്. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും ഫുഡ് കഴിക്കാതിരുന്നാൽ ആളാകെ ക്ഷീണിച്ച് പോകും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് മിഠായിയൊക്കെ കൊടുത്ത് കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ കഞ്ഞി കൊടുക്കുകയാണ്. അപ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കുറച്ചൊക്കെ കഞ്ഞിയൊക്കെ ഞാനിങ്ങനെ ആളെ വയറ്റിലാക്കിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉഷാറായിട്ടിരിക്കുകയാണ്. അങ്ങനെ കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എമ്മിക്കുട്ടിന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം എമ്മിൻ്റെ കൂടെ ഇരുന്നിട്ട് കളിക്കണം. ചിലപ്പോൾ ഇപ്പൊക്കെ നേരത്തെ വരുന്ന സമയത്ത് ഓനിപ്പാൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് കളിക്കും. ഇപ്പം ഇന്ന് ഓന് നീറ്റ സമയത്തിന് നമ്മൾ ഓരോരോ തിരക്കിലായിരുന്നു, നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഇപ്പോഴും പണിയൊക്കെ കഴിഞ്ഞ് ഞാനും ഫ്രീ ആയി. അപ്പോൾ എമ്മിയും അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം എമ്മിൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ കളിക്കും. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് ആളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ടോയ്സൊക്കെ ഇങ്ങനെ ബെഡിൽ കൊടുത്തിട്ട് അത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ ഓരോരോ സംഭവങ്ങളും. എമ്മി എപ്പോഴും കാണുന്ന ഒരു സീരീസാണ് കേട്ടോ ഈ മണി ഹെസ്റ്റൻ്റെത്. അപ്പോൾ എമ്മിക്കുട്ടിക്ക് അതിൻ്റെ ഒരു മാസ്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു തരികയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എമ്മിയും കൂടി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുള്ളത്. നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറി, നല്ല അടിപൊളി നാരങ്ങ അച്ചാറും സലാഡൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് ലഞ്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എമ്മിക്കുട്ടിക്ക് ചില സമയത്ത് ഞങ്ങളെ കൂടെ തന്നെ വെച്ച് കൊടുക്കും. ഒറ്റക്കൊക്കെ ഫുഡ് കഴിച്ച് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വയറ്റിക്കൊന്നും ആവില്ല.
കിട്ടൂല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും അമ്മ ആരെങ്കിലുമൊക്കെ എനിക്കിങ്ങനെ ഫുഡ് വാരി കൊടുക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേനും കുറച്ച് സമയം കൂടെ ഉള്ളൂ കേട്ടോ. ഇനി ഷാൾട്ടിനെ കൊണ്ടുപോകാനായിട്ട് പോകാൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും മോന് അവിടെ ലാൻഡ് ചെയ്യും. അപ്പോൾ ലാലു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിക്ക് ചെയ്യാനായിട്ട് പോവാൻ. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതാ പാത്രമൊക്കെ മോറി വെക്കുകയാണെങ്കിൽ എമ്മിക്കുട്ടിക്ക് ഫുഡും കൊടുക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ ഓനിങ്ങനെ കൊത്തിപ്പെറുക്കിയിരുന്നു എന്നല്ലാതെ ഓന് കാര്യമായിട്ടൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എമ്മിക്കുട്ടിക്കും കൂടി ഫുഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട് റെഡി ആവാനുണ്ട്. അപ്പോൾ ഇതാ പാത്രം കൈകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ എമ്മിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു യുദ്ധം തന്നെയായിരുന്നു. അപ്പോൾ ഞാനതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഇതാ ഞാൻ എമ്മിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ലാലു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ എമ്മിക്കുട്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ലാലു പുറത്തുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച സമയത്ത് ഞാനും എമ്മിയും കൂടി ഇതാ റൂമൊക്കെ പൊട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എമ്മിക്കുട്ടി ഇതാ ഓടി പോവുകയാണ് കേട്ടോ. കാരണം രാവിലെ മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴാണ് പാപ്പുവിനെ കൊണ്ടുവരാൻ പോകാമെന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉച്ചക്ക് പോകാമെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ലാലു വന്നപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. എമ്മിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ പാപ്പു എന്ന് പറഞ്ഞാൽ. കാരണം ഓനെ ഷാലുട്ടിനെ പാപ്പു എന്നാണ് വിളിക്കാറുള്ളത്. ഓന് വരിക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓൻ ഭയങ്കര കോമഡിയാണ് ആൾ. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ഫ്രണ്ട് എന്നൊക്കെ പറയാം, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ഓൻ്റെ കാര്യങ്ങളും അതുപോലെ ഓനോടും ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളൊരു എന്താ പറയുക, ഒരു ബ്രദറിലോ അല്ലെങ്കിൽ ഏട്ടൻ്റെ വൈഫ് എന്നുള്ളതിലുപരി ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രദർ സിസ്റ്റർ അങ്ങനത്തെ ഒരു റിലേഷനാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഓന് വരുന്നതിൽ. അപ്പോൾ നമ്മളിതാ കൊണ്ടുവരാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കരമായിട്ട് കാലിയാണ് കേട്ടോ. അപ്പോൾ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാനായിട്ട് പറ്റി. നമ്മൾ ഈ സമയത്ത് യാത്ര വളരെ കുറവായിരിക്കും. നമ്മൾ കൂടുതലും പുറത്തിറങ്ങുന്നത് രാത്രിയാണ്. കാരണം ഈ ഒരു സമയത്ത് ലാലും ഇപ്പിയും എല്ലാവരും ഡ്യൂട്ടിക്ക് പോണ സമയമാണല്ലോ. അപ്പോൾ രാത്രിയാണ് മിക്കവാറും ഞങ്ങൾ എപ്പോഴും പുറത്തുണ്ടാവുക. ഈ ഒരു സമയത്ത് അങ്ങനെ കൂടുതലായിട്ടൊന്നും പുറത്തിറങ്ങാനായിട്ട് പറ്റാറില്ല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇവിടുത്തെ പുതിയ എയർപോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എയർപോർട്ട്. നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഓൾറെഡി അവന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിനി ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എംകുട്ടി ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് കേട്ടോ. ആൾ മിണ്ടണമൊന്നുമില്ല, പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പം അടിപൊളി എയർപോർട്ടാണ് കേട്ടോ, വലിയ എയർപോർട്ടാണ്. നമുക്കിവിടെ കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് അക്വേറിയമാണിത്. 2000-ഓളം ഫിഷൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പം നമ്മൾ ഓനെ ഇറങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഓടിക്കതിച്ച് വന്നത്. പക്ഷേ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു അരമണിക്കൂറിലധികം ഞങ്ങൾ ഓനെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എമ്മിക്കുട്ടി ഇങ്ങനെ ഓനെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആൾക്ക് മടുത്തു തുടങ്ങി കുറേ സമയം നിന്നിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫൈനലി ആളെത്തിയിട്ടുണ്ട്. എമ്മിക്കുട്ടി ഇതാ ഓടിപ്പോയിട്ട് ഓൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് എമ്മിക്കുട്ടി. ഓനും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എമ്മിനെ. അപ്പോൾ ഇതാ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയായി ആളെ കണ്ടപ്പോൾ. അപ്പം അമ്മക്കും ഓനെ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അങ്ങനെ കൂടുതൽ ഓനിങ്ങനെ വിട്ട് നിൽക്കാറില്ല. അപ്പോൾ ഞങ്ങളിനി വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ പോട്ടെ. അപ്പോൾ അതാ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതാ എമ്മിക്കുട്ടി ട്രോളിയിലൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കോമഡി ആയിട്ട് പോവുകയാണ്. അപ്പോൾ എമ്മിക്ക് തന്നെ ചിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എമ്മിക്കുട്ടി ഉണ്ടായതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. നാട്ടിൽ നിന്നിട്ടുണ്ട്, ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എമ്മി ഉണ്ടായതിന് ശേഷം ഷാലുട്ടി നാട്ടിൽ പഠിക്കാനും അങ്ങനെയൊക്കെ പോയി. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ എമ്മിയും ഷാലുട്ടിയും കൂടി വന്ന സമയത്ത് ഞാനും എമ്മിയും നാട്ടിലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു അടിപൊളി ലൈഫാണല്ലോ. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ എടുത്തേച്ചു ഞങ്ങളിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാൾട്ടിനെ പിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പാക്ക് നേരത്തെ വർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്പനിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളിതാ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് ഇതാ ഇപ്പം വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഷാളുട്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കുകയാണ്. കാരണം അതിൽ ബീഫും എണ്ണയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ വന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിതാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ.
ഷാലുട്ടി എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പം സാധനങ്ങളൊക്കെ എൻ്റെ അമ്മച്ചിയും അപ്പച്ചിയും എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടായിരുന്നു കേട്ടോ കൊടുത്തയച്ചിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊലയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സംഭവം ഓല് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫും അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളെല്ലാതും എമ്മയും അപ്പച്ചിയും എല്ലാവരും കൂടെ കുക്ക് ചെയ്തിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ശർക്കര മുട്ടായിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലാലുവിനും ഷാലുട്ടിക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അമ്മൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ബീഫുണ്ട്, വയലിലൊക്കെ കെട്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ബീഫുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് അവരൊക്കെ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാലും ഷാൽട്ടൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അമ്മ ബീഫൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആപ്പച്ച് ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതാ അമ്മച്ചി ചക്ക, പൂള, ചേമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ മിഠായികൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് നാട്ടിൽ നിന്ന് എന്ത് സാധനങ്ങൾ കൊടുത്താലും അതൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ. ഇവിടെ കിട്ടുമെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം തന്നെയാണല്ലോ. അപ്പോൾ നമ്മതാ ബീഫൊക്കെ എടുക്കുന്നുണ്ട്. ബീഫൊക്കെ ഇനി വയലേന്ന് നമ്മളിതാ പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കേട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ലാലും ഷാലുട്ടി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കുകയാണ്. ഓലുണ്ടാളും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാലു ഷാലുട്ടി വന്നിട്ട് ബീഫ് കൂട്ടിയിട്ട് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോറ് കഴിക്കാണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി രണ്ടാളൊക്കെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ആ സമയത്ത് ഞാനും ഉമ്മയും സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനും ഉമ്മയും ഷാൽട്ടിയും എമ്മിമോനും കൂടി ചായ കുടിച്ചു. ലാലും ഇപ്പൊക്കെ ഡ്യൂട്ടിക്ക് അയച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരോ തിരക്കിലൊക്കെ പെട്ടിട്ട് എനിക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഈവനിങ് ഒന്ന് പുറത്തിറങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ ആയപ്പോൾ കൂടുതലൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് അത്രയേ ഉള്ളൂ. വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.